കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിക്കുള്ളിലും നിരാഹാര സമരം തുടർന്ന് സോനം വാങ്ചുക്. ഭക്ഷണമോ മരുന്നോ സ്വീകരിക്കാൻ വാങ്ചുക് തയ്യാറായിട്ടില്ല. സോനത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തുവിടുന്നതുവരെ അഭിജിത്ത് ദീപ്കയും SFI ദേശീയ പ്രസിഡന്റ് ആദർശ് സജിയും നിരാഹാര സമരം തുടരും. അതിനിടെ ജന്തർ മന്ദറിൽ അഭിജിത്ത് ദീപ്കയെ മഷിയെറിഞ്ഞ യുവതിയെ തിരിച്ചറിഞ്ഞു. ഹിന്ദുത്വ പ്രവർത്തകയും പുരുഷാവകാശ സംഘടനാ പ്രവർത്തകയുമായ പ്രസിഡന്റുമായ ബർഖ ട്രഹാൻ ആണ് മഷി കുടഞ്ഞത്. ഹിന്ദുത്വ പ്രവർത്തകയാണ് ഈ മഷിയെറിഞ്ഞ കക്ഷി. പുരുഷാവകാശ സംഘടനാ പ്രസിഡന്റുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ബർഖ ട്രഹാൻ എന്നാണ് ഈ യുവതിയുടെ പേര്. അതിൽ പലരോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അതിൽ പലരോട് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അവരവിടെ വന്ന് മഷി കുടഞ്ഞു പോയത്. എന്തായാലും ഇന്നിപ്പോ ശക്തമായ പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഡൽഹിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രതിഷേധത്തെ അണഞ്ഞിട്ടില്ലല്ലോ. കൂടുതൽ ശക്തമായി ആളിക്കത്തുന്നു എന്ന് തോന്നുന്നു. കൂടുതൽ പ്രവർത്തകരൊക്കെ എത്തുന്നുണ്ടോ ജന്തർ മന്ദറിലേക്ക്? അരുൺകുമാർ, സോനം വാങ്ചുകിനെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ്, ഇവിടെ നിന്നും ബലമായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് സാധാരണഗതിയിൽ 100-ൽ താഴെ പ്രവർത്തകർ മാത്രമായിരുന്നു പകലും രാത്രിയും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച വ്യത്യസ്തമാണ്. ഇതൊരു ആവേശമായി യുവാക്കൾക്കിടയിൽ മാറി എന്ന് തോന്നുന്ന രൂപത്തിലാണ് യുവാക്കളുടെ പങ്കാളിത്തം. 100 കണക്കിന് പ്രവർത്തകർ രാത്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പകലും ഈ സമയത്തും 100 കണക്കിന് പ്രവർത്തകരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഒരുപക്ഷെ ഇവിടെ നിന്നും അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള നിരാഹാരമിരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോകുമോ എന്ന സംശയവും ആശങ്കയും CJPക്ക് ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ രൂപത്തിൽ യുവാക്കളുടെ ഒഴുക്ക് ഇവിടേക്ക് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിക്കുള്ളിലും നിരാഹാര സമരം തുടരാനാണ് സോനം വാങ്ചുക് തീരുമാനിച്ചിരിക്കുന്നത്. ഭക്ഷണമോ മരുന്നോ സ്വീകരിക്കാൻ വാങ്ചുക് തയ്യാറായിട്ടില്ല എന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ലക്ഷ്യം കാണുന്നതുവരെ പിന്മാറില്ല എന്നതാണ് സോനത്തിന്റെ നിലപാട്. നിലവിൽ പൾസ്, BP, ഓക്സിജൻ എന്നിവ സാധാരണ നിലയിലാണെന്നും നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് സോനത്തിനെ വിടുന്നതുവരെ, മോചിപ്പിക്കുന്നതുവരെ സമരം തുടരും, നിരാഹാര സമരം തുടരുമെന്നാണ് അഭിജിത്ത് ദീപ്കയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അഭിജിത്ത് ദീപ്കയും ഒപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് സജിയും നിരാഹാര സമരം തുടരുന്നുണ്ട്. 100 കണക്കിന് യുവാക്കൾ ഇവിടേക്ക് എത്തുന്നു. അതിനിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്നലെ മഷിയെറിഞ്ഞതൊരു ഹിന്ദുത്വ പ്രവർത്തകയാണ്. സാധാരണഗതിയിൽ BJPക്കൊക്കെ വേണ്ടി വാദിക്കുന്ന, സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു യുവതിയാണ്. ബർഖ എന്നു പേരുള്ള ഒരു യുവതിയാണ് മഷി കുടഞ്ഞത്. ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയാണ് ഈ മഷി കുടയുന്നത്. എന്താണ് കാരണം എന്നുകൂടി അവർ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പറയുന്നത്. ശ്രീരാമനെ CJP അപമാനിച്ചു, അഭിജിത്ത് അർബൻ നക്സലാണ് എന്നും വിമർശനമുണ്ട്. അങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ടൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയെങ്കിലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ വിവരങ്ങളായി ലഭിക്കുന്നുണ്ട്. പുരുഷ സംഘടനയുടെ പുരുഷ് ആയോഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. വോയിസ് ഓഫ് മെൻ എന്നൊക്കെയാണ് അവർ ഇൻസ്റ്റഗ്രാമിൽ സ്വയം വ്യക്തമാക്കുന്നത്, സ്വയം അടയാളപ്പെടുത്തുന്നത്. ഏതായാലും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വലിയ ഒഴുക്ക്, വലിയ സമരമായി, ഒരു തീയായി ഇത് മാറുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. സോനം വാങ്ചുക് അതേസമയം സമീപത്തുള്ള സഫ്ദർജംഗ് ആശുപത്രിയിൽ നിരാഹാര സമരം തുടരുകയുമാണ്. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ മഷിയെറിഞ്ഞ കക്ഷിയെ പിടികൂടിയിട്ടുണ്ട്. പിടികിട്ടിയിട്ടില്ല, പിടികിട്ടിയിട്ടുണ്ട്. ആരാണ് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ.